Good afternoon, all. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. കഴിഞ്ഞ ദിവസം എടുത്തത് നോക്കിയോ എല്ലാവരും? ക്ലിയർ ആണോ? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോ. നമ്മൾ എടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെന്ററി കൺട്രോൾ ആണ്. അതിൽ 6th പോയിന്റ് എനിക്ക് വായിച്ചിട്ട് മനസ്സിലായില്ല. പറഞ്ഞുതരാം. ബാക്കി എല്ലാവർക്കോ നോക്കിയ എല്ലാവരും? ഓക്കെ, 6th പോയിന്റില് SDE പർച്ചേസിംഗ് പ്രോബ്ലംസ് ലീഡ് ടൈം. ലീഡ് ടൈം നമുക്ക് ഒരു സാധനം അത് ഫുള്ളാണോ ഉദ്ദേശിക്കുന്നത് ഹന്ന? ഫുള്ളാണോ? ആദ്യം മുതൽ പറയാനാണോ? ഓക്കെ. ABC വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞ ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞാല് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ, അതായത് ഒരു ബിസിനസ് നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്, ഒരു ബിസിനസിന്റെ സാധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ വാങ്ങുന്ന സാധനങ്ങൾ ഉണ്ടാവും അല്ലെ, ബന്ധപ്പെട്ട ഇനങ്ങൾ വാങ്ങും. അതിനെ നമ്മ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പൊ A ഐറ്റംസ്, B ഐറ്റംസ്, C ഐറ്റംസ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ വെച്ചിരിക്കുന്നതാണ് ABC അനാലിസിസ്. അതിന് ജസ്റ്റ് ഉണ്ട് കേട്ടോ, അടുത്തതുണ്ട്. അപ്പൊ അതില് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ അത് എടുക്കാം കേട്ടോ. അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കാൻ നമ്മുടെ ഒരു ബിസിനസിന്റെ സാധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മ അതുമായി ബന്ധപ്പെട്ട ഇനങ്ങൾ എന്ത് ചെയ്യും? പർച്ചേസ് ചെയ്യും അല്ലെ, പർച്ചേസ് ചെയ്യും, സ്റ്റോർ ചെയ്യും, സംഭരിക്കും. പിന്നെ എന്താണ് അത് ബഡ്ജറ്റ് കൺട്രോൾ നല്ല രീതിയിൽ നമ്മ അത് യൂസ് ചെയ്യും അല്ലെ. അതിനുവേണ്ടി ഓരോ ഐറ്റംസിനെയും നമ്മ ABC എന്നുള്ള ഇതില് A ഐറ്റംസ്, B ഐറ്റംസ്, C ഐറ്റംസ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നു. അത് ക്ലിയർ ആയോ? ആൽഫബറ്റിക്കൽ രീതിയിൽ ABC എന്നുള്ള ഇതില് ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നു. രണ്ടാമത്തത് VED. VED എന്ന് പറഞ്ഞാല് ഒരു സാധനങ്ങളുടെ ക്രിട്ടിക്കൽ നേച്ചർ, അതായത് എത്രത്തോളം ആ ഹോസ്പിറ്റലിന് അത്യാവശ്യമായിട്ടുണ്ട്, എത്രത്തോളം നമുക്ക് അതിന്റെ ആവശ്യമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ സാധനങ്ങളെ നമ്മ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. എന്താണ്? വൈറ്റൽ. വൈറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സുപ്രധാനം അല്ലെ. ഇപ്പൊ എമർജൻസി ഡ്രഗ്സുകളൊക്കെ എന്താണ്? ഒരു ഹോസ്പിറ്റലിന്റെ ഒരു സുപ്രധാന ഘടകങ്ങളല്ലേ എമർജൻസി ഡ്രഗ്സുകള്, ആണോ? അപ്പൊ വൈറ്റൽ, എസെൻഷ്യൽ എന്താണ്? അത്യാവശ്യമായ, ആൻഡ് ഡിസൈറബിൾ അഭികാമ്യമായ ഐറ്റംസ് VED. വൈറ്റൽ ആണെങ്കിലോ ആ ഐറ്റം നമുക്ക് സുപ്രധാനം, ഒട്ടും ഒഴിച്ചുകൂടാത്ത സാധനമാണെങ്കിൽ നമ്മൾ അതിനെങ്ങനെ ഡിനോട്ട് ചെയ്യും? V എന്ന് ക്ലാസിഫൈ ചെയ്യും. അതല്ല അത് എസെൻഷ്യൽ ആണ്, അത്യാവശ്യമാണ് എന്നുണ്ടെങ്കിൽ E എന്ന് ക്ലാസിഫൈ ചെയ്യും. അല്ലെങ്കിൽ ഡിസൈറബിൾ അഭികാമ്യമാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാ ഡിനോട്ട് ചെയ്യുന്നത്? D എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ക്ലിയർ ആയോ? മൂന്നാമത്തത് HML എന്ന് വെച്ചാൽ ആ സാധനങ്ങളുടെ, ആ ഐറ്റംസിന്റെ പ്രൈസിന്റെ അടിസ്ഥാനത്തില് ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഹൈ H എന്ന് പറഞ്ഞാല് ഹൈ കോസ്റ്റ്, ഒരുപാട് പ്രൈസ് വരുന്ന ഇപ്പൊ എക്യുപ്മെന്റുകള്, വലിയ വിലയുള്ള എക്യുപ്മെന്റുകള്, അപ്പൊ അത് ഹൈ ആണ് അല്ലെ H. മീഡിയം റേറ്റ് വരുന്ന സാധനങ്ങള് M. L എന്ന് പറഞ്ഞാൽ ലോ പ്രൈസ് വരുന്ന സാധനങ്ങളെയാണ് L എന്ന് അടയാളപ്പെടുത്തുന്നത്. യൂണിറ്റ് പ്രൈസ് ഓഫ് മെറ്റേണൽ അല്ലാത്ത മെറ്റീരിയൽ, ഒരു മെറ്റീരിയലിനെ ഒരു ഐറ്റത്തിന്റെ പ്രൈസിന്റെ അടിസ്ഥാനത്തിൽ, വിലയുടെ അടിസ്ഥാനത്തിൽ HML എന്ന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. രണ്ടാമത്തത് XYZ, അതിന് എത്രത്തോളം മൂല്യമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തില് ക്ലാസിഫൈ ചെയ്തിരിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ എന്താണ്? മാസ്ക്. അത് ഓരോ ഘട്ടം കഴിയുമ്പോൾ, ഓരോ ഇന്റർവെല്ലിൽ കഴിയുന്നതനുസരിച്ച് അതിന്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ?
അപ്പൊ ഇപ്പൊ ആ സമയത്ത് മാസ്കിനായിരിക്കും മൂല്യം, വേറെ സാധനങ്ങൾ മെഡിസിന് മൂല്യം കുറവായിരിക്കും, വേറെ എന്തെങ്കിലും ഐറ്റംസിന് മൂല്യം കുറവാണെങ്കിൽ അതിനെ Y എന്ന് ഡിനോട്ട് ചെയ്യുക. അപ്പൊ ആ ഐറ്റംസിൽ ആ സ്റ്റോറിൽ ഓരോ ഐറ്റംസിന്റെയും മൂല്യത്തിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് XYZ. നെക്സ്റ്റ് FSN, അതായത് ഫാസ്റ്റ് മൂവിങ്. ഇപ്പൊ ഒരു സാധനം നമ്മ ഷോപ്പിൽ സ്റ്റോറിൽ കൊണ്ടുവന്നിരുന്ന മുമ്പ് അത് മൂവായി പോവാ, യൂസർ ഡിപ്പാർട്ട്മെന്റിൽ എടുത്തു കൊടുക്കുന്നു, അത് ചെലവായി പോവുകയാണെങ്കിൽ അതെന്താണ് ഫാസ്റ്റ് മൂവിങ്. പെട്ടെന്ന് തന്നെ സോർട്ട് ഔട്ട് തീർന്നു പോകുകയാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ റിസ്ട്രെയിൻ കൺസപ്ഷൻ ടു റിസ്ട്രെയിൻ പർച്ചേസ്, ഫാസ്റ്റ് മൂവിങ് പെട്ടെന്ന് തീർന്നു പോകുന്ന ഐറ്റംസ്. സ്ലോ മൂവിങ് എന്ന് പറഞ്ഞാൽ പതുക്കെ. എന്ന് പറഞ്ഞാല് നോ മൂവിങ്, അത് ഡെഡ് സ്റ്റോക്ക് ആയിട്ട് കിടക്കുന്ന ഐറ്റംസ് ഒക്കെ ഇല്ലേ, മൂവ് ആവാണ്ട് ചെലവായി പോകാതെ ഡെഡ് സ്റ്റോക്ക് ആയി കിടക്കുന്ന ഐറ്റംസ് ആണ് നോ മൂവിങ്. നെക്സ്റ്റ് SDE എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു സാധനം നമ്മ ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടാൻ എടുക്കുന്ന സമയം അല്ലെ, അതല്ലേ ലീഡ് ടൈം. അതിന്റെ അടിസ്ഥാനത്തില് സാധനങ്ങളെ ഐറ്റംസിനെ SDE എന്ന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. S എന്ന് പറഞ്ഞാല് സ്കയേഴ്സ്, ഒരു സാധനം നമ്മ ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ട് അത് നമുക്ക് കിട്ടാനായിട്ട് വെരി ഡിഫിക്കൽറ്റി, ഒരുപാട് കാലതാമസം എടുക്കുകയാണെങ്കിൽ അതിനെ സ്കയേഴ്സ് S എന്ന് ഡിനോട്ട് ചെയ്യുന്നു. D വെരി ഡിഫിക്കൽറ്റി ആണ്, കുറച്ച് നാള്, അത്രയും മറ്റേ സ്കയേഴ്സിന്റെ അത്രമല്ലെങ്കിലും ഒരു കുറച്ച് നാള് നമ്മ അതിന് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. അത് അങ്ങനെയുള്ള ഐറ്റംസിനെ D. VED ഒന്നുകൂടെയും പറയാം. D എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഡിഫിക്കൽറ്റി ആണ് അല്ലെ, നമുക്ക് കിട്ടാനായിട്ട് കുറച്ച് സമയം നമ്മ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. എന്ന് പറഞ്ഞാല് ഈസി ടു അറ്റൈൻ, നമുക്ക് പെട്ടെന്ന് നമ്മ ഓർഡർ കൊടുത്ത് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനെ E എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഈസി ടു അറ്റൈൻ, പെട്ടെന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നു. VED എന്ന് പറഞ്ഞാല് ഒരു സ്റ്റോറില് നമ്മ സാധനങ്ങളെ ഡിവൈഡ് ചെയ്ത് വെച്ച് ആ ഐറ്റംസിന്റെ എത്രത്തോളം അത് ഹോസ്പിറ്റലിന് അത്യാവശ്യമാണ്, അതിന്റെ ക്രിട്ടിക്കൽ നേച്ചർ, വിമർശനാത്മകമായ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എത്രത്തോളം ആ ഹോസ്പിറ്റലിന് ഇമ്പോർട്ടന്റ് ആണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ. ഇപ്പൊ നമുക്ക് മെഡിസിൻ തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്ത് വെക്കാം അല്ലെ. B എന്ന് പറഞ്ഞാല് വൈറ്റ്, സുപ്രധാനമായിട്ടുള്ള, എന്ന് വെച്ചാൽ എമർജൻസി ഡ്രഗ്സുകൾ എങ്ങനെയാണ്, സുപ്രധാനമാണ് അല്ലെ. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് സുപ്രധാനം, വൈറ്റൽ ആണ്. നമ്മുടെ ആന്റിബയോട്ടിക്സുകളോ എസെൻഷ്യൽ ആണ് അല്ലെ. ആന്റിബയോട്ടിക്സുകള്, IV ഡ്രഗ്സുകളൊക്കെ എങ്ങനെയാണ്, എസെൻഷ്യൽ ആണ് അല്ലെ. എന്താണ്, അത് ഇല്ലെങ്കിലോ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നടക്കും, പക്ഷെ എന്താണ് ആ ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റിയെ എഫക്ട് ചെയ്യും അല്ലെ. ഇല്ലേ, ആന്റിബയോട്ടിക്സുകൾ ഇല്ല, എഫക്ട് ചെയ്യില്ലേ. അപ്പൊ അതെന്താണ്, അങ്ങനെയുള്ള ഐറ്റംസ് ആണ് എസെൻഷ്യൽ. D എന്ന് പറഞ്ഞാല് ഡിസൈറബിൾ, അഭികാമ്യമാണ്, നമുക്ക് ഉണ്ടായാലും പ്രശ്നമില്ല, ഇല്ലാന്ന് വെച്ച് ആ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെയോ ക്വാളിറ്റിയെയോ ബാധിക്കുന്നില്ല. എസെൻഷ്യൽ എന്ന് പറഞ്ഞാല് അത്യാവശ്യമാണ്, അത്യാവശ്യമായ സാധനങ്ങളെയാണ് എസെൻഷ്യൽ എന്ന് പറയുന്നത്. ഇപ്പൊ കഫ് സിറപ്പുകളൊക്കെ ഇല്ലാന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെയോ ക്വാളിറ്റിയെയോ ബാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസിന് നമ്മൾ എന്ത് പറയുന്നു, ഡിസൈറബിൾ ഐറ്റംസ് എന്ന്. ഇപ്പൊ ഒരു സംഭവം മാത്രമല്ല, ഇപ്പൊ മിസ് ജസ്റ്റ് ഡ്രഗ്സിന്റെ അടിസ്ഥാനത്തില് ക്ലാസിഫൈ ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പൊ ഒരുപാട് സ്റ്റോറുകൾ ഉണ്ട് അല്ലെ, ഒരുപാട് മെറ്റീരിയൽസ്, ഒരുപാട് ഗുഡ്സുകളില്ലേ ഹോസ്പിറ്റലില്. അങ്ങനെ ഓരോന്നിന്റെ എന്താണ് അതിന്റെ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തില് ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നു. ക്ലിയർ ആയോ? അപ്പൊ അത് നെക്സ്റ്റ് GOLF എന്ന് പറഞ്ഞാല് അത് നമുക്ക് എവിടെ നിന്നാണോ ആ സാധനം ലഭിക്കുന്നത്, അതിന്റെ ഉറവിടം എവിടെയാണോ സോഴ്സ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. G എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ, ഗവൺമെന്റ് സെക്ടേഴ്സിൽ നിന്ന്, ഗവൺമെന്റിൽ നിന്നായിരിക്കും ലഭിച്ചത്. O എന്ന് പറഞ്ഞാൽ ഓർഡിനറി, സാധാരണ നമ്മൾ സപ്ലയേഴ്സിന്റെ അടുത്ത് നിന്ന് അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് നിന്ന് ലഭിക്കുന്നത്.
ഓക്കെ നെക്സ്റ്റ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോക്കൽ, നമ്മുടെ പ്രാദേശിക സ്ഥലങ്ങൾ, നമ്മൾ ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള സാധാരണ സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്, പ്രാദേശിക സ്ഥലങ്ങളിൽ നിന്ന്. എഫ് എന്ന് പറഞ്ഞാല് ഫോറിൻ പർച്ചേസ്, നമ്മൾ എന്താണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളെയാണ് എഫ് ഫോറിൻ പർച്ചേസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് SOS മിസ് പറയുന്നത് സീസണലും ഓഫ് സീസണും അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഈ ഇൻഫെക്ഷൻസ്, വൈറൽ ഫീവർ ഒക്കെ വരില്ലേ, അപ്പൊ എന്താണ് ആ സമയത്ത് ആന്റിബയോട്ടിക്സ്, ആ സമയത്ത് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് സീസണൽ ഡ്രഗ്സുകളായിരിക്കും അല്ലെ. അതൊരു സീസൺ, ഇപ്പൊ മഴ കൂട്ടി പിടിക്കുമ്പോ എന്താണ് സീസണൽ ഡിസീസുകളായിരിക്കും അല്ലെ. ഇപ്പൊ മഴ കൂട്ടി പിടിക്കുമ്പോ വരുന്നത്. ഡെങ്കു ഫീവർ ഒക്കെ എപ്പോഴാണ് വരുന്നത്? സീസണൽ അല്ലേ. ഇതിന്റെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സീസണൽ ഐറ്റംസും ഓഫ് സീസണൽ ഐറ്റംസും ക്ലിയർ ആയോ? ഇതിപ്പോ നമ്മ മാങ്ങ മേടിക്കുന്നത് അല്ലെ, അതിന് മാങ്ങയ്ക്ക് എന്തുണ്ട്? സീസണലും ഓഫ് സീസണലും ഉണ്ട്. അപ്പൊ സീസണലിന്റെ സമയത്ത് നമുക്കത് ചീപ്പ് റേറ്റിന് അല്ലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ലഭിക്കുന്നു. ഓഫ് സീസൺ ആവുമ്പോ അതിന് റേറ്റും കൂടും, നമുക്ക് എല്ലായിടത്തൊന്നും കിട്ടുകയില്ല. ക്ലിയർ ആയോ? SOS മനസ്സിലായില്ല. ഏതാണ് നവ്യ? SOS ആണോ? ഓക്കെ. SOS എന്ന് പറഞ്ഞാല് സീസണൽ ഐറ്റംസും ഓഫ് സീസണൽ ഐറ്റംസും. ഇപ്പൊ നമുക്കറിയാം, നമ്മ മെഡിക്കൽ ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ എന്താണ് നമുക്ക് വൈറൽ ഇൻഫെക്ഷൻസ് വരുന്നത് എപ്പോഴാണ്? മഴ കൂട്ടി പിടിക്കുമ്പോഴാണോ? ആണോ? ഡെങ്കു ഫീവർ ഒക്കെ വരുന്നത് അപ്പോഴല്ലേ. അപ്പൊ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന മെഡിസിനുകള്, മരുന്നുകളൊക്കെ എന്ത് ചെയ്യും? ആ സമയത്ത് സീസണൽ ആയിരിക്കും അല്ലെ, സീസണൽ ഡ്രഗ്സുകളായിരിക്കും. അത് കഴിയുമ്പോ എന്താവും? ഓഫ് സീസൺ ആവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസിന് ഇപ്പൊ ഇത് തന്നെ ആവണമെന്നില്ല, വേറെ ഏതെങ്കിലും ഐറ്റം സ്റ്റോറിൽ സൂക്ഷിക്കുന്ന വേറെ ഐറ്റംസ് എന്താണ് ഓരോ സീസൺ അനുസരിച്ച് അതിനെ S എന്നും, ഓഫ് സീസൺ ആണെങ്കിൽ ഓഫ് സീസൺ എന്നും ക്ലാസിഫൈ ചെയ്യുന്നു. അതിനനുസരിച്ച് അവര് എന്താണ് ആ സാധനങ്ങള് പർച്ചേസ് ചെയ്യുന്നു. VEIN വൈറ്റൽ, നോർമൽ, ഇമ്പോർട്ടൻസ് ഓഫ് പർച്ചേസ്, അത് എത്രത്തോളം ആ പർച്ചേസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. വൈറ്റൽ ആൻഡ് നോർമൽ. ടു റിസ്ട്രെയിൻ എസെൻഷ്യൽ, ഇമ്പോർട്ടൻറ്റ് 7 എന്ന് പറഞ്ഞാല് നമുക്ക് ആ ഐറ്റംസ് എവിടെ നിന്നാണോ ലഭിക്കുന്നത്, അതിന്റെ ഉറവിടം എവിടെയാണോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ്. ഇപ്പൊ ചിലപ്പോ നമുക്ക് ഐറ്റം ഗവൺമെന്റിൽ നിന്ന് കിട്ടിയതാവാം, അപ്പൊ അതിനെ നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്യുന്നു? G എന്ന് ഡിനോട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അതല്ലെങ്കിൽ ഓർഡിനറി ആയിട്ട് നമ്മൾ സാധാരണ വാങ്ങുന്ന സപ്ലയേഴ്സിലെ സാധാരണ ഓർഡിനറി പർച്ചേസ് ആവാം, അപ്പൊ അതിനെ O എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതല്ല ലോക്കൽ, പ്രാദേശിക സ്ഥലത്ത് നിന്നാണെങ്കിൽ അതിനെ ലോക്കൽ എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. അതല്ല നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ആ എക്യുപ്മെന്റുകൾ അല്ലെങ്കിൽ ആ മെറ്റീരിയൽ നമ്മ ഇറക്കുമതി ചെയ്തതെങ്കിൽ അതിനെ L എന്ന് ക്ലാസിഫൈ ചെയ്യും. ക്ലിയർ ആയോ? ഏതാണ് ഏതാ പറയാൻ പറഞ്ഞ എന്റെ അടുത്ത്? ആരോ ഏതോ ചോദിച്ചല്ല. സിക്സ് എന്ന് പറഞ്ഞാല് അതിന് എത്രത്തോളം XYZ. ഓക്കെ, XYZ എന്ന് പറഞ്ഞാല് അതിന് എത്രത്തോളം വാല്യൂ ഉണ്ട്, ആ സ്റ്റോറിൽ ഒരു സാധനത്തിന് എത്രത്തോളം മൂല്യമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഇപ്പൊ ആ സമയത്ത് അതിന് എത്ര മൂല്യം, ഹൈ മൂല്യം ഉണ്ടെങ്കിൽ അതിനെ X എന്ന്, അതല്ലെങ്കിൽ രണ്ടാമതാണ് അതിന്റെ മൂല്യമെങ്കിൽ അതിനെ Y എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു. അതല്ലെങ്കിൽ ഒട്ടും മൂല്യമില്ല എങ്കിൽ അതിനെ ആ ഐറ്റംസിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? Z എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു. ക്ലിയർ ആയോ?
SDE എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് SDE എന്ന് പറഞ്ഞാല് അതിന് എത്രത്തോളം ലീഡ് ടൈം ആ സാധനം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി എത്ര ടൈം ആവശ്യമായി വരുന്നുണ്ട്. ഒരുപാട് സമയം അത് നമുക്ക് ദൗർലഭ്യമാണ് ആ സാധനം ആ മെറ്റീരിയൽ കിട്ടാനായിട്ട് നമുക്ക് ദൗർലഭ്യമാണ് എങ്കിൽ അതിനെന്ത് പറയുന്നു? സ്കെയേഴ്സ് എന്ന് പറയുന്നു. ഡിഫിക്കൽട്ട് ആണ്, വെരി ഡിഫിക്കൽട്ട് ആണെങ്കിൽ അതിനെ ഡി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അറ്റൈൻ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതിനെ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ് VEI എന്ന് പറഞ്ഞാല് അത് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, ആ സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തില്. ടു റിസ്ട്രെയിൻ എസെൻഷ്യൽ ഇമ്പോർട്ടൻസ് എക്യുപ്മെന്റ് എന്താണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്യുപ്മെന്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വൈറ്റൽ ആൻഡ് നോർമൽ VEI എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് റാം എന്നുള്ളത് നമ്മൾ സാധാരണയായി എക്യുപ്മെന്റുകളെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. എക്യുപ്മെന്റുകളെയാണ് നമ്മൾ RAM എന്ന് വെച്ച് കാണിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. മറ്റേ എന്താണ്? ഐറ്റംസ്, മെറ്റീരിയൽസ് ആവാം, ഗുഡ്സുകളാകാം, അതിനൊക്കെയാണ് നമ്മൾ മറ്റേ രീതിയിൽ SDE, SOS, XYZ എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുന്നത്. RAM എന്ന് പറഞ്ഞാൽ റിലയബിലിറ്റി, വിശ്വസ്തത. പിന്നെന്താണ്? അവൈലബിലിറ്റി, ലഭ്യത. മെയിൻ്റെനൻസ്, എന്ന് പറയുന്നത് ഒരു എക്യുപ്മെന്റിന്റെ മെയിൻ്റെനൻസ്. റിലൈസ് ഓൺ സർവീസ് ഓഫ് ദി എക്യുപ്മെന്റ്, ഒരു എക്യുപ്മെന്റുകളുടെ സർവീസുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ എക്യുപ്മെന്റിനെ RAM എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്. To plan purchase such factors and functions and the maintenance capacity of the equipment. നമ്മൊരു സാധനം, ഒരു എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? ഫാക്ടേഴ്സിന്റെ അല്ലെ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ. അതിനെന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് അല്ലെ? അവൈലബിലിറ്റി ഉണ്ട്. പിന്നെന്താണ്? അതിന്റെ ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ അല്ലെ ആ ഫാക്ടേഴ്സ്. അതിന് എത്രത്തോളം ഫങ്ഷൻസ് ഉണ്ട്, പ്രവർത്തനങ്ങളുണ്ട് അല്ലെ? നമ്മിപ്പോ മൊബൈൽ മേടിക്കുകയാണെങ്കിലും അല്ലെ നല്ല ഫങ്ഷനുള്ള മൊബൈൽസ് ഒക്കെ അല്ലെ വാങ്ങിക്കുക. അപ്പൊ അതിന്റെ ഫങ്ഷൻസ് ആൻഡ് മെയിൻ്റെനൻസ് കപ്പാസിറ്റി, നമുക്ക് എത്ര എമൗണ്ട്. ഓക്കെ. ആൻഡ് ദ മെയിൻ്റെനൻസ് കപ്പാസിറ്റി ഓഫ് ദ എക്യുപ്മെന്റ്, നമുക്ക് എത്ര നാൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം അല്ലെ? നമുക്ക് അതിന് വേണ്ട പാർട്സുകൾ, എന്തെങ്കിലും കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അതിന് വേണ്ട പാർട്സുകൾ ലഭിക്കോ? അതിന്റെ അടിസ്ഥാനത്തിലാണ് എക്യുപ്മെന്റുകൾ പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെ റാം എന്ന് പറഞ്ഞാൽ വിശ്വസ്തത, നമുക്കൊരു സാധനം വിശ്വസിക്കാൻ പറ്റും. അതാണ് റിലയബിലിറ്റി. അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ലഭ്യത, നമുക്ക് എപ്പോഴും ലഭിക്കുന്ന സാധനം, ലഭ്യത. മെയിൻ്റെനൻസ്, എന്നുള്ളത് മെയിൻ്റെനൻസ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ABC അനാലിസിസ്. വിശ്വസ്തത, റിലയബിലിറ്റി. ABC അനാലിസിസ് മെയിൻറ്റെയിനിങ് പ്രോപ്പർ കൺട്രോൾ ഓഫ് ഇൻവെന്ററി. ARC അല്ല, ABC ടെക്നിക് യൂസ്. ABC ടെക്നിക്ക് ഉപയോഗിച്ച് കാണിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് അല്ലെ? സ്റ്റോക്കിന്റെ ശരിയായ നിയന്ത്രണം നിലനിർത്താൻ സാധിക്കുന്നു. നമുക്ക് സ്റ്റോക്കുകൾ കറക്റ്റ് രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നു? നിലനിർത്താൻ സാധിക്കുന്നു ABC ടെക്നിക്ക് യൂസ് ചെയ്ത് കാണിട്ട്. മെറ്റീരിയൽസ് ആർ കാറ്റഗറൈസ്ഡ് ഇൻടു 3 ഗ്രൂപ്പ്സ്. മെറ്റീരിയൽസിനെ, ഐറ്റംസിനെ നമ്മൾ എത്രയായി ക്ലാസിഫൈ ചെയ്യുന്നു? 3 ഗ്രൂപ്പുകളായി ക്ലാസിഫൈ ചെയ്യുന്നു, കാറ്റഗറൈസ് ചെയ്യുന്നു, തരംതിരിക്കുന്നു. A, B and C. ഏതൊക്കെയാണ്? A എന്നും B എന്നും C എന്നുമാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ദ കോസ്റ്റ് ഓഫ് ദി മെറ്റീരിയൽ ആൻഡ് മണി വാല്യൂ ഓഫ് ദി കൺസപ്ഷൻ. എന്താണ് അത്? നമ്മൾ ക്ലാസിഫൈ A ഐറ്റം, B ഐറ്റം, C ഐറ്റം എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത് ആ മെറ്റീരിയലിന് എത്ര കോസ്റ്റ്, എത്ര വില വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് എത്ര മൂല്യമുണ്ട്, പണത്തിന് എത്ര മൂല്യമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്
നമ്മ ഐറ്റംസിനെ എ എന്നും ബി എന്നും സി എന്നും ക്ലാസിഫൈ ചെയ്യുന്നത്. നോക്കിയേ, അടുത്ത് നോക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ട്ടാ. എ ഐറ്റംസ് ഇൻ ഹോൾ ഓഫ് ദ ഇൻവെന്ററി their area few costly items which come under this group. നമ്മ മൊത്തത്തിലുള്ള സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ത് കോസ്റ്റ്ലി ഐറ്റംസ് ആയിട്ടുള്ളത് അല്ലെ, വില പിടിച്ച സാധനങ്ങൾ, വില പിടിച്ചതായിട്ട് കുറച്ച് ഐറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. വിച്ച് കംസ് അണ്ടർ ദിസ് ഗ്രൂപ്പ്. അത് ഏതിന്റെ അണ്ടറിലാണ് വരുന്നത്? എ ഐറ്റംസിന്റെ അണ്ടറിലായിരിക്കും വരുന്നത്. അപ്പൊ എങ്ങനെയുള്ള ഐറ്റംസ് ആണ് അണ്ടർ എ ഐറ്റംസിന്റെ അടിയിൽ വരുന്നത്? കോസ്റ്റ് കൂടിയത് അല്ലെ, വില കൂടിയ ഐറ്റംസ് ആണ് എ ഐറ്റംസിന്റെ അടിയിൽ വരുന്നത്. ഇപ്പൊ വലിയ വലിയ എക്യുപ്മെന്റുകളൊക്കെ ഏത് ഐറ്റത്തിലായിരിക്കും വരുന്നത്? എ. ഇപ്പൊ നമ്മുടെ വീട്ടില് കാറുകൾ നമുക്ക് ഒരുപാട് വാങ്ങിച്ചിടും, അതിന് കോസ്റ്റ് കൂടുതലാണ് അല്ലെ, വില കൂടുതലാണ്. അപ്പൊ നമ്മൾ ഒരുപാട് മേടിച്ചിടും. നമ്മുടെ വീട്ടിൽ ഒരെണ്ണല്ലേ ഉണ്ടാവുള്ളൂ, നമ്മുടെ മൊത്തത്തിലുള്ള ഇതിന്ന് അല്ലെ ഒരെണ്ണൊക്കെ ഉണ്ടാവുള്ളൂ. അതേപോലെ എന്താണ്, മൊത്തത്തിലുള്ള ഇൻവെന്ററിയില്, മൊത്തത്തിലുള്ള സ്റ്റോക്കില് their area few costly item. എന്താണ്, ഒരു കുറച്ച് സാധനങ്ങൾ മാത്രം വില കൂടിയതായിട്ട് ഉണ്ടാവുള്ളൂ. അത് ഏതിന്റെ അണ്ടറിലാണ് വരുന്നത്? ഈ എ ഐറ്റംസിന്റെ അണ്ടറിലായിരിക്കും വരുന്നത്. These items may not be more than 10% of the total items. ഒരു സ്റ്റോറിലെ ടോട്ടൽ ഐറ്റത്തിന്റെ എത്ര ശതമാനം മാത്രമേ ഐറ്റം ഉണ്ടാവുള്ളൂ? ഒരു 10% മാത്രം എ ഐറ്റംസ് വരുന്നുള്ളൂ. ബട്ട് കൺസ്യൂംസ് അബൌട്ട് 70% ഓഫ് ദി ടോട്ടൽ ബഡ്ജറ്റ്. പക്ഷേ നമ്മൾ ടോട്ടൽ ബഡ്ജറ്റിന്റെ, നമ്മുടെ ആകെ ബഡ്ജറ്റിന്റെ ഒരു 70% നമ്മൾ ചെലവാക്കുന്നത് എന്ത് പർച്ചേസ് ചെയ്യാനാണ്? എ ഐറ്റംസ് വാങ്ങിക്കുന്നതിനായിരിക്കും. ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയണം. എന്ന് വെച്ചാല് നമ്മുടെ ടോട്ടൽ ഐറ്റംസ്, നമുക്ക് നമ്മുടെ സ്റ്റോറിൽ ഒരുപാട് ഐറ്റംസ് സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ, അതില് ഒരു 10% മാത്രമായിരിക്കും എ ഐറ്റംസ് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നത്, സൂക്ഷിക്കുന്നത്. ഇതിനു വേണ്ടി ചെലവാക്കുന്ന പൈസ എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ബഡ്ജറ്റില് നമുക്ക് ആദ്യം അനുവദിച്ചു തരുന്ന ടോട്ടൽ ബഡ്ജറ്റിന്റെ ഒരു 70% നമ്മ എ ഐറ്റംസ് വാങ്ങിക്കുന്നതിന് വേണ്ടിയായിരിക്കും ചിലവാക്കുന്നത്. എന്തുകൊണ്ടാണ്? എ ഐറ്റംസ് കോസ്റ്റ് കൂടിയതായതുകൊണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? സോ നീഡ് പ്രോപ്പർ സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ്. നമ്മ കറക്റ്റ് രീതിയിൽ അത് സൂക്ഷിക്കുക, സംഭരിക്കുകയും ഹാൻഡിൽ ചെയ്യുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുക. Overstocking is avoided. Only necessary quantities of these inventories are purchased and stocked. എന്താണ്, നമുക്ക് ആവശ്യമുള്ള ഓവർ സ്റ്റോക്കിംഗ് ഒന്നും ചെയ്യുക, ഒരുപാട് വാങ്ങിച്ച് സ്റ്റോക്ക് ഒന്നും ചെയ്യാതെ നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് ക്വാണ്ടിറ്റിയിൽ മാത്രം വാങ്ങിച്ച് പർച്ചേസ് ചെയ്ത് സ്റ്റോക്ക് ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ ചെലവാകും അല്ലെ. 70% എന്നുള്ളത് അത് എത്രയാവും? കൂടുതലാവും ഇല്ലേ, എക്സ്പെൻസ് കൂടില്ലേ ഓവർ സ്റ്റോക്ക് ഒക്കെ ചെയ്യുമ്പോ. അതുകൊണ്ട് അധികം ഓവർ സ്റ്റോക്ക് ഒന്നും ചെയ്യാതെ എന്താണ്, കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ആവശ്യമായ ക്വാണ്ടിറ്റിയിൽ മാത്രം ഈ എ ഐറ്റംസ് പർച്ചേസ് ചെയ്ത് സ്റ്റോക്ക് ചെയ്യുക, സംഭരിക്കുക. ക്ലിയർ ആയോ? നെക്സ്റ്റ് ബി ഐറ്റംസ്. ഐറ്റംസ് under this group are neither costly or cheap. എന്താണ്, ഈ ഐറ്റംസ് ഒരു മീഡിയം റേറ്റ് ആയിരിക്കും വരുന്നത്. ഒരുപാട് കോസ്റ്റ് ആവൂല, പക്ഷെ എന്താണ്, ഒരുപാട് കോസ്റ്റ് കുറയേയില്ല. ഒരുപാട് വില കുറഞ്ഞതാവില്ല, ഒരുപാട് വില കൂടിയതാവില്ല. ഒരു മീഡിയം കോസ്റ്റ് ഉള്ള സാധനങ്ങളായിരിക്കും ബി ഐറ്റംസിൽ വരുന്നത്. These items constitute 20% of the total quantity of the inventories. നമ്മുടെ ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ ഒരു 20% ബി ഐറ്റംസ് ആയിരിക്കും സൂക്ഷിക്കുന്നത്. 20% of the total expenditure of the inventory. നമുക്ക് ആകെയുള്ള ബഡ്ജറ്റിന്റെ എത്ര ശതമാനമാണ്? 20% ഈ ഐറ്റംസ് വാങ്ങുന്നതിന് വേണ്ടി നമ്മ ചിലവാക്കുന്നത്.
മറ്റേതിൽ എത്ര ശതമാനമാണ്? A items വാങ്ങിക്കുന്നതിന് വേണ്ടി നമ്മൾ 70% നമുക്ക് എക്സ്പെൻസ് ആവുന്നു. B items വാങ്ങിക്കുന്നതിന് വേണ്ടി നമുക്ക് എത്രയാണ് ചെലവാകുന്നത്? 20%. ഓക്കെ ആയോ? ഇനി C items. These items are comparatively cheaper in cost and represents 70% of the total quantity of the inventories. ഇതെന്താണ്? ചീപ്പർ ആണ് അല്ലെ? വില കുറഞ്ഞ സാധനങ്ങളാണ് C ഐറ്റംസിൽ ഉൾപ്പെടുന്നത്. ഇതെന്താണ്? 70 നമ്മുടെ ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ, ഒരു സ്റ്റോറിലെ ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ ഒരു 70% C ഐറ്റംസ് ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. നമുക്ക് ഇതിനായി ചെലവാകുന്നത് എത്രയായിരിക്കും? ഒരു 10% മാത്രമായിരിക്കും ടോട്ടൽ എക്സ്പെൻസിന്റെ. ടോട്ടൽ ബഡ്ജറ്റിന്റെ ഒരു 10% മാത്രമാണ് നമുക്ക് C ഐറ്റംസ് വാങ്ങുന്നതിന് വേണ്ടി ചിലവാക്കുന്നത്. ഈ സിറിഞ്ച് പോലുള്ള ഐറ്റംസ്, സിറിഞ്ച്, കോട്ടൺസ്, ബാൻഡേജുകൾ, അതൊക്കെ എങ്ങനത്തെ ഐറ്റംസ് ആയിരിക്കും? C ഐറ്റംസ് ആയിരിക്കും അല്ലെ? അതിന് റേറ്റ് കുറവായിരിക്കും. നമുക്ക് ഒരുപാട് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ആവശ്യമായിട്ടും വരും അല്ലെ? അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് C ഐറ്റംസിൽ വരുന്നത്. A ഐറ്റംസിൽ എത്രയായിരിക്കും? എന്തായിരിക്കും? മെഷീനറീസ് അല്ലെ? വലിയ വലിയ എക്യുപ്മെന്റുകളൊക്കെ എന്താണ് A ഐറ്റംസിൽ. കോസ്റ്റ്ലി കൂടിയ ഐറ്റംസ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ABC അനാലിസിസ് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻവെന്ററീസ് ക്യാൻ ബി റെഗുലേറ്റഡ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇൻവെന്ററീസിന് വേണ്ടിയിട്ട് അല്ലെ, നമുക്ക് സ്റ്റോക്കിന് വേണ്ടി ചിലവാകുന്ന അല്ലെ, നമ്മൾ നിക്ഷേപിക്കുന്ന ചില നിക്ഷേപത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു അല്ലെ? നമുക്കറിയാം A ഐറ്റംസിന് എത്ര ചിലവാക്കാൻ പാടുള്ളൂ? 70%. B ഐറ്റംസിന് എത്രയാണ്? 20% അല്ലെ? അപ്പൊ നമ്മുടെ നിക്ഷേപത്തിന്റെ, നമുക്ക് സ്റ്റോക്കിന് വേണ്ടി, ഇൻവെന്ററിക്ക് വേണ്ടി നിക്ഷേപിക്കുന്നത് നിയന്ത്രിക്കാൻ സാധിക്കുന്നു. ഫണ്ട്സ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഇൻ ദി ബെസ്റ്റ് പോസിബിൾ മാനർ. എന്താണ്? നമുക്ക് ഫണ്ട് നല്ല രീതിയിൽ, ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കാനും സാധിക്കുന്നു അല്ലെ? നമുക്കറിയാലോ A ഐറ്റംസിന് എത്ര പെർസെന്റേജ് ആണ്? 70% അല്ലെ? B ഐറ്റംസിന് 20%, C ഐറ്റംസിന് 10%. അപ്പൊ നമുക്ക് അതനുസരിച്ച് ക്ലാസിഫൈ ചെയ്ത് യൂസ് ചെയ്യാം അല്ലെ? നമുക്ക് കിട്ടുന്ന ഫണ്ട് ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ നമ്മുടെ വീടുകളിലാണെങ്കിലും മാസം ചെലവാകുന്ന പൈസ അല്ലെ, നമുക്ക് ഇത്ര രൂപ നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മൾ ഡിവൈഡ് ചെയ്തല്ലേ യൂസ് ചെയ്യുന്നത്? സാധനങ്ങൾ വാങ്ങാൻ ഇത്ര അല്ലെ? അപ്പൊ നമുക്ക് അതൊരു കണക്കുണ്ടെങ്കിൽ, ഇങ്ങനെ അനാലിസിസ്, നമുക്കറിയാം ഡ്രസ്സ് വാങ്ങാൻ ഒരു മാസം എന്താണ് നമുക്ക് ഡ്രസ്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ എന്താണ് എക്സ്ട്രാ വരുന്ന അതാണ് അല്ലെ? എല്ലാ മാസവും മേടിക്കേണ്ടി വരും നമുക്ക് ഡ്രസ്സൊക്കെ. എല്ലാ മാസവും മേടിക്കുവോ? ഇല്ല അല്ലെ? അപ്പൊ നമുക്ക് കിട്ടുന്ന പൈസ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് മാനറിൽ അല്ലെ? ഇപ്പൊ ഡ്രസ്സിന് വേണ്ടി വന്നാൽ നമുക്കറിയാം ഇത്ര രൂപ അതിന് വേണം അല്ലെ? സാധാരണ നമ്മുടെ നോർമൽ ചെലവുകൾക്ക് വേണ്ടി ഇത്ര രൂപ വേണം അല്ലെ? അപ്പൊ നമുക്ക് ഇങ്ങനെ ABC അനാലിസിസ് ചെയ്യുന്നത് മൂലം നമുക്കറിയാൻ പറ്റും, നമുക്ക് അത് കറക്റ്റ് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം, ഫണ്ടുകൾ കറക്റ്റ് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ? Scientific and selective control help in the maintenance of the high stock turnover rate. എന്താണ്? നമുക്ക് ഉയർന്ന സ്റ്റോക്ക് ടേൺ ഓവർ വരാതിരിക്കുക അല്ലെ? ഉയർന്ന സ്റ്റോക്ക് എന്താണ്? ഒരുപാട് ഓവർ സ്റ്റോക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സയന്റിഫിക് ആൻഡ് സെലക്റ്റീവ് കൺട്രോൾ ആണ് ABC അനാലിസിസ്. നമുക്കറിയാം എന്താണ്? ടോട്ടൽ ഇൻവെന്ററിയുടെ ഒരു 10% മാത്രം കോസ്റ്റ്ലി ഐറ്റംസ് ഉൾപ്പെടുത്താൻ പാടുള്ളൂ അല്ലെ? B ഐറ്റംസ് ഒരു 20% ഉൾപ്പെടുത്താൻ പാടുള്ളൂ. C ഐറ്റംസ് ആണ് 70% നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത് എന്നറിയാലോ ABC അനാലിസിസിലൂടെ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഉയർന്ന സ്റ്റോക്ക് ടേൺ ഓവർ വരാത്ത രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സയന്റിഫിക് ആൻഡ് സെലക്റ്റീവ് കൺട്രോൾ ആണ് ABC അനാലിസിസ്. നമ്മൾ പറഞ്ഞില്ലേ ക്യൂയിങ് തിയറി, ഓവർ ക്രൗഡ് അല്ലെ?
ക്യൂ ജമ്പിങ് ഒക്കെ ഒഴിവാക്കാനുള്ള ഒരു സയന്റിഫിക് അപ്രോച്ച് ആണ് ക്യൂയിങ് തിയറി അല്ലെ. അതേപോലെ എന്താണ് ഓവർ സ്റ്റോക്കിംഗ് വരാത്ത രീതിയിൽ നമുക്ക് സ്റ്റോക്കുകൾ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാനുള്ള ഒരു സയന്റിഫിക് ആൻഡ് സെലക്റ്റീവ് കൺട്രോൾ ആണ് ABC അനാലിസിസ്. ക്ലിയർ ആയോ? ഇറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ഇനഫ് സ്റ്റോക്ക്. ഇതെന്താ ABC അനാലിസിസിലൂടെ നമുക്ക് എന്താണ് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് നിലനിർത്താൻ സാധിക്കുന്നു. ക്ലിയർ ആയോ ഇത്? ക്ലിയർ ആയോ? നെക്സ്റ്റ് ജോബ് സമ്മറി ഓഫ് സ്റ്റോർ കീപ്പർ. ഒരു സ്റ്റോർ ബാക്കി എല്ലാവർക്കും അഞ്ജുവിന് ക്ലിയർ ആയി? ബാക്കി എല്ലാവർക്കും നിങ്ങൾ എല്ലാവരും റിപ്ലൈ ചെയ്താൽ മാത്രം മിസ്സിന് അറിയാൻ പറ്റുള്ളൂ. ഒരു തമ്പെങ്കിലും ചെയ്യാം. എനിക്ക് അപ്പൊ അപ്പോഴാ മനസ്സിലാവുക നിങ്ങൾക്ക് ക്ലിയർ ആയി, മിസ് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആരോ റെസ്പോണ്ട് ചെയ്തെങ്കിൽ മിസ്സിൽ എന്തെങ്കിലും മനസ്സിലാകോ? ഓക്കെ. ജോബ് സമ്മറി ഓഫ് എ സ്റ്റോർ കീപ്പർ. സ്റ്റോർ കീപ്പറുടെ ജോബ് സമ്മറി റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാമാണ്? കീപ് റെസിപ്റ്റ്, റെക്കോർഡ്സ് ആൻഡ് വിത്ഡ്രോവൽ ഓഫ് ദി സ്റ്റോക്ക് റൂം. എന്താണ് സ്റ്റോക്ക് റൂമിലെ റെസീപ്റ്റുകൾ അല്ലെ, പണമായി കൊടുക്കുന്നതിന് അല്ലെങ്കിൽ സപ്ലയേഴ്സിന് പണം കൊടുക്കുന്നതിന് അല്ലെങ്കിൽ ഇവർക്ക് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുന്നതിനുള്ള റെസീപ്റ്റുകൾ സൂക്ഷിക്കുക. റെക്കോർഡ് നമ്മൾ പഠിച്ചു അല്ലെ, റെക്കോർഡ്സുകൾ പഠിച്ചില്ലേ സ്റ്റോർ റൂമിലെ? അങ്ങനെയുള്ള റെക്കോർഡ്സുകൾ സൂക്ഷിക്കുക. ആൻഡ് വിത്ഡ്രോവൽ ഓഫ് ദി സ്റ്റോക്ക് റൂം. എന്താണ് സ്റ്റോക്ക് റൂമിലെ വിത്ഡ്രോവൽസ്? എന്താണ് മെറ്റീരിയൽസ് അല്ലെ, യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ മെറ്റീരിയൽസ് കൊടുക്കണ്ടേ? ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എവിടെ നിന്നാണ് കൊടുക്കുന്നത്? സ്റ്റോക്ക് റൂമിൽ നിന്ന് അല്ലെ. ഡയറക്ടറി സർവീസിലേക്ക്, ICU ഡിപ്പാർട്ട്മെന്റിലേക്ക്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലേ, സ്റ്റോക്ക് റൂമിൽ നിന്നല്ലേ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ആവശ്യമായ ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായ ഗുഡ്സുകൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഒക്കെ വിത്ഡ്രോ ചെയ്ത് ആ ഡിപ്പാർട്ട്മെന്റിൽ എത്തിച്ചു കൊടുക്കുക. നെക്സ്റ്റ് റിസീവ്, അൺലോഡ് ആൻഡ് ഷെൽഫ് സപ്ലൈസ്. എന്താണ് വരുന്ന സാധനം? ഇപ്പൊ ഇവര് ഓർഡർ കൊടുത്തിട്ട് കൊണ്ടുവരുന്ന സാധനങ്ങൾ എന്ത് ചെയ്യുക? റിസീവ് ചെയ്യുക, സ്വീകരിക്കുക. എന്താണ് വണ്ടികളിലായിരിക്കും അല്ലെ കൊണ്ടുവരുന്നത് മെറ്റീരിയൽസുകൾ, ഗുഡ്സുകൾ അല്ലെ, എക്യുപ്മെന്റുകൾ അല്ലെ. അപ്പൊ അതെല്ലാം ആ സാധനങ്ങൾ അൺലോഡ് ചെയ്യുക, വണ്ടിയിൽ നിന്ന് ഇറക്കുക. ആൻഡ് ഷെൽഫ് സപ്ലൈ. എന്താ സെൽഫ് സപ്ലൈസ്? എന്താണ് ആവശ്യമായ രീതിയിൽ ഷെൽഫുകളിൽ അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക. നെക്സ്റ്റ് ഡു അതർ സ്റ്റോക്ക് റിലേറ്റഡ് ഡ്യൂട്ടീസ്. എന്താണ് സ്റ്റോക്കുമായി ബന്ധപ്പെട്ട അതർ ഡ്യൂട്ടീസ്, മറ്റുള്ള ജോലികൾ ചെയ്യുക. എന്തൊക്കെയാണ്? ദാറ്റ് ഇൻക്ലൂഡ്സ് റിട്ടേണിംഗ്. റിട്ടേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവര് എന്തെങ്കിലും ഓർഡർ കൊടുത്തിട്ട് അവർക്ക് വരുന്ന സാധനങ്ങളിൽ എന്താണ് ചിലപ്പോൾ ഡാമേജ് ഉണ്ടാവാം അല്ലെ, അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങള് സപ്ലയേഴ്സിന് അല്ലെങ്കിൽ എവിടെ നിന്നാണോ വാങ്ങിച്ചത് അവർക്ക് റിട്ടേൺ ചെയ്യുക, തിരിച്ചയക്കുക. പിന്നെ പാക്കിംഗ് ചെയ്യുക അല്ലെ, ആവശ്യമായ സാധനങ്ങള് പാക്കിംഗ് ചെയ്യുക, പ്രൈസിങ് ചെയ്യുക, വില നിർണ്ണയിക്കുക, വില ഒട്ടിക്കുക അല്ലെ. പിന്നെന്താണ് ലേബലിംഗ്. എന്താണ് ലേബൽ ചെയ്ത് സപ്ലൈ ചെയ്യുക, ഓരോ സെക്ഷനിലേക്കും സപ്ലൈ ചെയ്യുക. അനാലിസിസ് ഡെലിവറീസ് ഫോർ ഡാമേജ് ഓർ ഡിസ്ക്രിപ്പൻസീസ് ആൻഡ് റിപ്പോർട്ട് ദോസ് ടു അക്കൗണ്ട് ഫോർ റീഎംബേഴ്സ്മെന്റ് ആൻഡ് റെക്കോർഡ് കീപ്പിംഗ്. എന്ന് വെച്ചാല് എന്താണ് എന്തെങ്കിലും ഡാമേജുകളോ ഡിസ്ക്രിപ്പൻസീസ് എന്ന് പറഞ്ഞാല് പൊരുത്തക്കേടുകൾ. ഇപ്പൊ വരുന്ന സാധനങ്ങളിൽ ഇപ്പൊ നമുക്ക് മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലെ, നമ്മ ഓൺലൈനിൽ വരുത്തി കഴിയുമ്പോ ചിലപ്പോ അത് എന്ത് പറ്റാ ഡാമേജ് ഉണ്ടാവുക അല്ലെ. പിന്നെ എന്താണ് ഡാമേജ് ഉണ്ടാവുക. ചിലപ്പോ നമ്മ പറഞ്ഞ കളർ ആയിരിക്കില്ല വരുന്നത് അല്ലെ, ചിലപ്പോ സൈസ് ആയിരിക്കില്ല വരുന്നത് അല്ലെ, ചിലപ്പോ എന്താണ് മാറിപ്പോയിട്ടുണ്ടാവും, പ്രോഡക്റ്റ് മാറിപ്പോ അല്ലെ, ഇല്ലേ മാറിപ്പോവാറില്ലേ.
അപ്പൊ അങ്ങനെ എന്തെങ്കിലും മിസ്സാവാറുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് എന്ന് പറഞ്ഞാൽ പൊരുത്തക്കേടുകൾ, അങ്ങനെ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ വിശകലനം ചെയ്ത് അവർക്ക് അത് റിട്ടേൺ ചെയ്യണം അല്ലെ? റിട്ടേൺ ചെയ്യില്ലേ നമ്മ? അതിന്റെ റിപ്പോർട്ട് ചെയ്തിട്ട് അക്കൗണ്ടിങ് ഫോർ റീഎംബേഴ്സ്മെന്റ് ആൻഡ് റെക്കോർഡ് കീപ്പിംഗ് നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് തിരിച്ചയച്ചിട്ട് നമ്മ ഫണ്ട് കളക്ട് ചെയ്യും. ചെയ്യാറില്ലേ? റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മ അതിന്റെ ഫണ്ട് കളക്ട് ചെയ്യും അല്ലെ? അങ്ങനെ തിരിച്ചടവ് അക്കൗണ്ട് ചെയ്തിട്ട് അതെന്ത് ചെയ്യുക? റെക്കോർഡുകൾ സൂക്ഷിക്കുക, അതിനാവശ്യമായ റെക്കോർഡുകൾ സൂക്ഷിക്കുക. വേണ്ടേ? അതല്ലെങ്കിൽ പിന്നീട് ഓഡിറ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് മിസ്മാച്ചിങ് ഒക്കെ വരും അല്ലെ? ഫണ്ടിൽ മിസ്മാച്ചിങ് ഒക്കെ വരില്ലേ? ഒരു ഓഡിറ്റിംഗ് പഠിച്ചില്ലേ? അപ്പൊ എന്താണ്? ഇവര് വാങ്ങുന്ന ഇവർക്ക് ഡെലിവറി ചെയ്യുന്ന സാധനങ്ങള് എന്താണ്? എന്തെങ്കിലും ഡാമേജുകൾ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങള് വിശകലനം ചെയ്തിട്ട് അത് അവർക്ക് റിട്ടേൺ ചെയ്യാൻ, അവർക്ക് തിരിച്ചയച്ച് അതിന്റെ തിരിച്ചടവ് വാങ്ങിച്ചിട്ട് അതിന്റെ അക്കൗണ്ടുകളിൽ സൂക്ഷിക്കുക. അതിനുവേണ്ട റെക്കോർഡുകളും സൂക്ഷിക്കുക. റൊട്ടേറ്റ് സ്റ്റോക്ക് ആൻഡ് കോർഡിനേറ്റ് ദ ഡിസ്പോസൽ ഓഫ് സർപ്ലസസ്. എന്താണ് സ്റ്റോക്ക് തിരിക്കുക? സ്റ്റോക്ക് തിരിക്കുക എന്ന് പറഞ്ഞാല് സ്റ്റോറിൽ ഒരു സാധനങ്ങളാണോ വരുന്നത്? ആണോ? അല്ല അല്ലെ? പലതരത്തിലുള്ള സാധനം, ഇപ്പൊ ഡ്രഗ്സുകൾ ഉണ്ടാവാം, കോട്ടൺസ് ഉണ്ടാവാം, ബാഗേജുകൾ ഉണ്ടാവാം, മെറ്റീരിയൽസ് ഉണ്ടാവാം, എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവാം അല്ലെ? പലതരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് ഓരോന്നും തിരിച്ച് സ്റ്റോക്ക് ചെയ്യുക, സ്റ്റോക്ക് തരംതിരിക്കുക. ആൻഡ് കോർഡിനേറ്റ് ദ ഡിസ്പോസൽ ഓഫ് സർപ്ലസ്. എന്താണ്? മിച്ചത്തിൽ നിന്ന് ഡിസ്പോസൽ ചെയ്യുക. ഇപ്പൊ ചിലപ്പോ അവർക്ക് വന്ന സാധനങ്ങളിൽ ചിലപ്പോ എന്തെങ്കിലും ഡാമേജുകൾ ഉണ്ടാവാം അല്ലെ? അല്ലെങ്കിൽ പൊട്ടിപ്പോയ ഐറ്റംസ് ഉണ്ടാവാം അല്ലെ? ഇല്ലേ? പൊട്ടിപ്പോയതൊക്കെ ഉണ്ടാവുമല്ലോ. മെഡിസിനുകളൊക്കെ ചിലപ്പോ കവറിൽ നിന്ന് പൊട്ടിപ്പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പൊടിഞ്ഞു പോയിട്ടുണ്ടാവും അല്ലെ? വേറെ എന്തെങ്കിലും സാധനങ്ങൾ പൊട്ടിപ്പോയിട്ടൊക്കെ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ അവിടെ എന്ത് ചെയ്യണം? മിച്ചത്തിൽ നിന്ന് അല്ലെ? അവര് സ്റ്റോക്ക് ചെയ്യുന്നതിൽ നിന്ന് നിർമാർജനം ചെയ്യണം. വേണ്ടേ? റിമൂവ് ചെയ്യുക. നെക്സ്റ്റ്, എൻഷുർ അഡ്വക്കേറ്റ് റെക്കോർഡ് കീപ്പിംഗ്. എന്താണ്? അവർക്ക് ആവശ്യമായ റെക്കോർഡുകൾ സൂക്ഷിക്കുക. ആൻഡ് മാനേജ് ഓൾ ഡോക്യുമെന്റേഷൻ ടു കൺഫേം പ്രോപ്പർ സ്റ്റോക്ക് ലെവൽ. എന്താണ്? നല്ല രീതിയിലുള്ള സ്റ്റോക്ക് ലെവൽ നിലനിർത്തുന്നതിന് വേണ്ടി ആവശ്യമായ ഡോക്യുമെന്റ്സുകള്, രേഖകള് സൂക്ഷിക്കുക. ആൻഡ് കീപ് ഇൻവെന്ററി കൺട്രോൾസ്. എന്താണ്? ഇൻവെന്ററി കൺട്രോൾ അല്ലെ? സ്റ്റോക്കുകൾ കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഇൻവെന്ററി കൺട്രോളുകള് സൂക്ഷിക്കുക. റെക്കോർഡുകൾ സൂക്ഷിക്കുക. ആവശ്യമായ എത്ര സ്റ്റോക്ക് വേണം എന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഡോക്യുമെന്റുകള്, രേഖകള് സൂക്ഷിക്കുക. ഇൻവെന്ററി കൺട്രോളുകള് കീപ്പ് ചെയ്യുക. നെക്സ്റ്റ്, കോർഡിനേറ്റ് ദ ഹാൻഡ്ലിംഗ് ഓഫ് ഫ്രൈറ്റ്. ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ചരക്ക്. ചരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ സ്റ്റോറിലേക്ക് വരുന്ന സാധനങ്ങൾ അല്ലെ? സ്റ്റോക്കുകളല്ലേ? സ്റ്റോക്ക് റൂമിലേക്ക് വരുന്ന സ്റ്റോക്കുകള്, അങ്ങനെയുള്ള ഫ്രൈറ്റുകള് കൈകാര്യം ചെയ്യുക, അവരത് സൂക്ഷിക്കുക. നെക്സ്റ്റ്, ദ മൂവ്മെന്റ് ഓഫ് എക്യുപ്മെന്റ്. എക്യുപ്മെന്റ് എന്താണ്? നമുക്ക് പർച്ചേസിങ് നമുക്ക് സ്റ്റോർ റൂമിൽ വന്നു കഴിഞ്ഞാൽ അത് യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിച്ചു കൊടുക്കണം അല്ലെ? ഇപ്പൊ ഒരു ഡയറ്ററി എക്യുപ്മെന്റ് ആണ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഡയറ്ററി സർവീസിലേക്ക് എത്തിച്ചു കൊടുക്കണം അല്ലെ? മെഷീന്. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ എന്താണ്? മൂവ്മെന്റുകൾ ചെയ്തു കൊടുക്കുക. നെക്സ്റ്റ്, ആൻഡ് നെസസറി മൈനർ റിപ്പയർസ്. എന്തെങ്കിലും എക്യുപ്മെന്റുകൾ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റില് ഏതെങ്കിലും എക്യുപ്മെന്റുകൾ എന്തെങ്കിലും റിപ്പയർ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ വേണ്ട സൗകര്യം ഒരുക്കി കൊടുക്കുക. ഓക്കെ ആയോ? ഓക്കെ, നെക്സ്റ്റ്, പിൽഫറേജ് ആൻഡ് വേസ്റ്റേജ് ഇൻ ഹോസ്പിറ്റലില് പിൽഫറേജ് മോഷണങ്ങളും വേസ്റ്റേജും മെറ്റീരിയൽസിന്റെ ഗുഡ്സിന്റെ ഒക്കെ വേസ്റ്റേജ് ഒക്കെ വരാനുള്ള ഇത് എപ്പോഴൊക്കെയാണ്? എന്തൊക്കെ കാരണം കൊണ്ട് മോഷണങ്ങളൊക്കെ നടക്കാം? സോറി, നെക്സ്റ്റ്
ഫസ്റ്റ് വൺ എമർജൻസി സിറ്റുവേഷൻ ദാറ്റ് ഇൻവോൾവ്സ് ലൈഫ് ആൻഡ് ഡെത്ത്. എന്താണ്? ജീവിതവും മരണവും, ലൈഫ് ആൻഡ് ഡെത്ത് ഉൾപ്പെടുന്ന എമർജൻസി സിറ്റുവേഷൻ, അടിയന്തര സാഹചര്യങ്ങൾ. ഇപ്പൊ നമ്മ പറഞ്ഞു ഡിസാസ്റ്റർ മാനേജ്മെന്റ് എടുത്തല്ല മിസ്, അതിലങ്ങനെയാണ് അല്ലെ? ലൈഫ് ആൻഡ് ഡെത്ത് ഉൾപ്പെടുന്ന ഒരു എമർജൻസി സിറ്റുവേഷൻ അല്ലേ? അപ്പൊ നമ്മ ആ സമയത്ത് ഒരാളാണ് ഉണ്ടാവുന്നത്, ഒരുപാട് ആളുകളെ കൊണ്ടുവരും അല്ലെ? അറ്റ് എ ടൈം ഒരുപാട് ആളുകൾക്ക് ട്രീറ്റ്മെന്റുകൾ കൊടുക്കേണ്ടി വരും. അപ്പൊ എന്ത് വെച്ചും വേസ്റ്റേജ് നടക്കില്ലേ? ചിലപ്പോ ധൃതിയിൽ അല്ലെ നമ്മ എടുക്കുന്ന മരുന്നുകൾ കയ്യിൽ നിന്ന് വീണു പോകാം അല്ലെ? ഇല്ലേ? ഇപ്പൊ നമുക്ക് എന്തെങ്കിലും വീടുകളിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുമ്പോ ഫുഡ് വേസ്റ്റേജ് വരാറുണ്ട്. ഒരുപാട് ആളുകൾ ഒന്നിച്ചു കൂടുമ്പോ എന്ത് പറ്റും? ഒരുപാട് വേസ്റ്റേജ് വരും അല്ലെ? സാധനങ്ങള്. അതേപോലെ ലൈഫ് ആൻഡ് ഡെത്ത് എന്താണ്? ജീവിതവും മരണവും ഉൾപ്പെടുന്ന അടിയന്തര സാഹചര്യത്തിൽ അപ്പൊ ഒരുപാട് ആളുകൾ വരും അല്ലെ? അറ്റ് എ ടൈം ഒരുപാട് ആളുകളെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും. നമുക്ക് സാധനങ്ങളുടെ ലഭ്യത ഉണ്ടാവും അല്ലെ? ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ആ സമയത്ത് പിൽഫറേജ് അല്ലെ? മോഷണങ്ങളും എന്ത് നടക്കാം? വേസ്റ്റേജും നടക്കാം ഇല്ലേ? നമുക്ക് എല്ലാ സ്ഥലത്തും ഒരുപോലെ നോട്ടെത്തോ? ശ്രദ്ധിക്കാൻ പറ്റോ? എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും അല്ലെങ്കിൽ എല്ലാ സെക്ഷനിലെയും കാര്യങ്ങള് ശ്രദ്ധിക്കാൻ പറ്റോ? ഇല്ല. അപ്പൊ എന്ത് പറ്റും? പിൽഫറേജും വേസ്റ്റേജും എന്താണ്? ചിലപ്പോ ഒരുപാട് നമുക്ക് യൂസ് ചെയ്യാം അല്ലെ? ഇപ്പൊ കോട്ടൺസ്, മരുന്നുകള്, മെഡിസിനുകൾ അല്ലെ? ചിലപ്പോ ആവശ്യമില്ലെങ്കിൽ അതൊക്കെ എടുത്തിട്ട് ചിലപ്പോ അതൊക്കെ വേസ്റ്റ് ആയി പോവാം. നെക്സ്റ്റ്, അർജന്റ് അറ്റൻഷൻ ടു പേഷ്യന്റ് ദാറ്റ് ഇൻവോൾവ്സ് സ്വിഫ്റ്റ് യൂസ് ഓഫ് മെറ്റീരിയൽ. എന്താണ്? ഒരു അടിയന്തര അറ്റൻഷൻ ഒരു പേഷ്യന്റിന് നമുക്ക് അർജന്റ് അറ്റൻഷൻ, അടിയന്തര ശ്രദ്ധ കൊടുക്കേണ്ടി വരും. എന്ത് പറ്റുന്നുണ്ട്? മെറ്റീരിയലിന്റെ ദ്രുത ഉപയോഗം. നമ്മൾ പെട്ടെന്ന് മെറ്റീരിയൽ ഉപയോഗിക്കേണ്ടി വരാണ് അല്ലെ? അവർക്ക് യൂസ് ചെയ്യേണ്ട ഇഞ്ചക്ഷൻസ്, മെഡിസിനുകള്, കോട്ടൺസ് അല്ലെ? പെട്ടെന്ന് ഉപയോഗിക്കേണ്ടി വരും അല്ലെ? അപ്പൊ നമുക്ക് ധൃതി കൂടുമ്പോ എന്ത് പറ്റും? വേസ്റ്റേജ് വരില്ലേ? നമ്മ കിച്ചണില് വർക്കുകൾ പെട്ടെന്ന് ചെയ്യുമ്പോ നമുക്ക് വേസ്റ്റേജ് കൂടും. ചിലപ്പോ വെളിച്ചെണ്ണ അധികമായി പോവും അല്ലെ? കറിയിൽ ഒഴിക്കുന്ന വെളിച്ചെണ്ണ അധികമായി പോവും, കടുക് അധികമായി പോവും അല്ലെ? ആണോ? അപ്പൊ ഒരു പേഷ്യന്റിന് എന്താണ്? ഒരു രോഗിയുടെ അടിയന്തര ശ്രദ്ധ നൽകുന്നതിന് വേണ്ടി മെറ്റീരിയൽസിന്റെ, സാധനങ്ങളുടെ ദ്രുത ഉപയോഗം. അപ്പോഴും വേസ്റ്റേജ് സംഭവിക്കാം. എക്സ്പോസർ ഓഫ് സ്റ്റോക്ക് കണ്ടിന്യൂസ്ലി ടു ലോവർ പേഴ്സണൽ. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടാ. ലോവർ ലെവൽ പേഴ്സണൽ, അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ്. നോ സ്റ്റാൻഡർഡൈസ്ഡ് ആക്ടിവിറ്റീസ്. എന്താണ്? ലോവർ ലെവൽ പേഴ്സണല് എന്താണ്? ലോവർ ലെവൽ പേഴ്സണല് എന്താണ്? എക്സ്പോസ് ചെയ്യുക, സ്റ്റോക്കുകള് കണ്ടിന്യൂസ് ആയിട്ട് പ്രദർശിപ്പിക്കുക. ഈ ലോവർ ലെവൽ പേഴ്സണൽ എന്ന് പറഞ്ഞാല് വാർഡ് ക്ലർക്ക്, പിന്നെ പേഷ്യന്റ് കെയർ അസിസ്റ്റൻസ്, വോളണ്ടിയേഴ്സ്, അവരൊക്കെ എന്താണ്? ലോവർ ലെവൽ പേഴ്സണൽ ആണ്. ഡോക്ടറും നഴ്സുമാരും അല്ലാണ്ട് താഴെയുള്ള ആളുകൾ അല്ലെ? ക്ലീനിങ് സ്റ്റാഫുകള്. അപ്പൊ അവരെന്ത് ചെയ്യുക? സ്റ്റോക്കുകള് കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പോസർ ചെയ്യുക, അമിതമായി ഉപയോഗിക്കുക. അപ്പൊ എന്ത് പറ്റും? വേസ്റ്റേജ് കൂടും അല്ലെ? വേസ്റ്റേജ് കൂടും. ആവശ്യമില്ലാണ്ട് ഒരുപാട് ഉപയോഗിച്ചു കഴിഞ്ഞാല് എന്താണൊന്നും പറയുന്നത്? മനസ്സിലായില്ല? ക്ലിയർ ആയോ? അത് എന്ത് പറ്റി? ക്ലിയർ ആയോ? ഇല്ലേ? ആരെന്തെടുത്ത് ഒന്നുകൂടെ പറയണം. ഓക്കെ. എക്സ്പോസർ ഓഫ് സ്റ്റോക്ക് കണ്ടിന്യൂസ്ലി ടു ലോവർ ലെവൽ പേഴ്സണൽ. അതായത് ലോവർ ലെവലിലുള്ള സ്റ്റാഫുകൾ, താഴെയുള്ള, അതായത് നമുക്ക് ലോവർ ലെവൽ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലാവാൻ വോളണ്ടിയേഴ്സ്, വാർഡ് ക്ലർക്കുകള്, പേഷ്യന്റ് കെയർ അസിസ്റ്റൻസുകൾ അല്ലെ? അവരൊക്കെ ലോവർ ലെവൽ എന്താണ്? ക്ലീനിങ് സ്റ്റാഫുകളൊക്കെ ആരാണ്? ലോവർ ലെവൽ പേഴ്സണൽ ആണ്. അവരെന്ത് ചെയ്യുക? സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പോസർ ചെയ്യുക, ഒരുപാട് ഉപയോഗിക്കുക, ആവശ്യമില്ലാണ്ട്. ഇപ്പൊ ക്ലീനിങ് സ്റ്റാഫുകളാണെങ്കിൽ ആവശ്യമില്ലാണ്ട് കുറെ ലിക്വിഡുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഫിനോയിൽസ്, കെമിക്കൽ സൊല്യൂഷൻസ് ഒക്കെ ഒരുപാട് ആവശ്യമില്ലാണ്ട് യൂസ് ചെയ്യുക. അപ്പൊ എന്ത് പറ്റും? വേസ്റ്റേജ് സംഭവിക്കും.
ഇല്ലേ? ആ അല്ലെങ്കിൽ വാർഡിൽ വരുന്ന ക്ലർക്കുകള്, വാർഡ് ക്ലർക്കുകൾ ആവശ്യമില്ലാത്ത രീതിയിൽ മെറ്റീരിയൽസ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ പേഷ്യന്റ് കെയർ അസിസ്റ്റൻസ്, പേഷ്യന്റിന്റെ പരിചരണത്തിൽ സഹായിക്കുന്നവർ അല്ലെ, അത് ആവശ്യമില്ലാണ്ട് എന്താണ് പേഷ്യന്റിന്റെ ലിനൻസ് അല്ലെ, ബെഡ്ഷീറ്റുകൾ മാറ്റിക്കൊടുക്കുക. അവർക്ക് ആവശ്യമില്ലാത്ത രീതിയിൽ എന്താണ് മരുന്നുകൾ ഡ്രസ് ചെയ്തു, എന്തെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ എന്താണ് അപ്പൊ ഡ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്ത് വെച്ചാണ് മെറ്റീരിയൽസിന്റെ വേസ്റ്റേജ് നടക്കുകയല്ലേ ചെയ്യുന്നേ. ആ അപ്പൊ അങ്ങനെ എക്സ്പോസർ ചെയ്യാൻ ഒരു ആവശ്യമില്ലാത്ത രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി സ്റ്റോക്കുകൾ പ്രദർശിപ്പിക്കുക. നോ സ്റ്റാൻഡർഡൈസ്ഡ് ആക്ടിവിറ്റി എന്താണ് നിലവാരമില്ലാത്ത പ്രവർത്തനങ്ങൾ, എന്താണ് ഒരു അടുക്കും ചിട്ടയില്ലാത്ത രീതിയിൽ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നടത്താം. അപ്പോഴും വേസ്റ്റേജ് സംഭവിക്കാം അല്ലെ. നിങ്ങൊന്ന് ആലോചിച്ച് നോക്കില്ലേ, വേസ്റ്റേജ് സംഭവിക്കില്ലേ? ഒരു അടുക്കും ചിട്ടയില്ല. എന്താണ് ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരുന്നത്, പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്, എല്ലാ കാര്യത്തിനും ഒരു അടുക്കും ചിട്ടയും ഇല്ല. അപ്പൊ കളവും നടക്കാം, വേസ്റ്റേജും നടക്കാം അല്ലെ. ടു മെനി ഓട്ടോണോമസ് യൂണിറ്റ്സുകൾ, ഒരുപാട് നിരവധി സ്വയംഭരണ സ്ഥാപനങ്ങള് ഒരു യൂണിറ്റിന്റെ കീഴിലല്ലാണ്ട് നമുക്ക് പല യൂണിറ്റിലായിട്ട് സൂക്ഷിക്കുക, സാധനങ്ങൾ സൂക്ഷിക്കുക. അപ്പൊ എന്ത് പറ്റും? ഇപ്പൊ ICUല് അല്ലെ, ഇന്റൻസീവ് കെയർ യൂണിറ്റിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഓരോ യൂണിറ്റിലും ഒരുപാട് സാധനങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഓവർ സ്റ്റോക്കിംഗ് ആയി കഴിഞ്ഞാല് ഒരു യൂണിറ്റിന്റെ അണ്ടറിലല്ലാതെ പല യൂണിറ്റിലായിട്ട് സാധനങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാല് എല്ലായിടത്തും നമുക്ക് ശ്രദ്ധ എത്തോ, കണ്ണെത്തോ? ഓരോ യൂണിറ്റിലെ പല യൂണിറ്റിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, അവിടെ കറക്റ്റ് രീതിയിൽ സ്റ്റോക്കുകൾ ഉപയോഗിക്കുന്നുണ്ടോ അല്ലെ, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് പറ്റാം? പിൽഫറേജും വേസ്റ്റും സംഭവിച്ചൂടെ എല്ലാ കാര്യങ്ങളിലും, എല്ലാ യൂണിറ്റുകളിലും. ഒരു യൂണിറ്റ് അല്ലാണ്ട് പല യൂണിറ്റിൽ നമ്മൾ അത് സൂക്ഷിക്കുമ്പോൾ എന്താണ് എല്ലാ യൂണിറ്റിലേക്കും നമുക്ക് ശ്രദ്ധ എത്താണ്ട് പിൽഫറേജും വേസ്റ്റേജും സംഭവിക്കാം ഇല്ലേ. ഇപ്പൊ ഒരു യൂണിറ്റിന്റെ അണ്ടറിലാണ് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അവർക്ക് അത് നോക്കി മെയിൻറ്റെയിൻ ചെയ്യാം അല്ലെ. കറക്റ്റ് രീതിയിലാണോ സ്റ്റോക്ക് ചെയ്യുന്നത്, കറക്റ്റ് അളവിൽ അവരെന്താണ് സപ്ലൈ ചെയ്യുന്നുണ്ടോ അല്ലെ, യൂസ് എങ്ങനെയാണ്, കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തൂടെ. പല യൂണിറ്റിലാവുമ്പോ എന്ത് പറ്റും? നമുക്ക് അത് ശ്രദ്ധിക്കാൻ പറ്റൂല അല്ലെ. അപ്പൊ എന്ത് വെച്ചാൽ പിൽഫറേജും വേസ്റ്റേജും സംഭവിക്കാം. നെക്സ്റ്റ് ഇത് വെട്ടിക്കോട്ടാ, ഈ പോയിന്റ് ഇല്ലാട്ടാ. നെക്സ്റ്റ് പോയിന്റ് റിപ്പീറ്റ് ചെയ്യണം. ടു മെനി ഓട്ടോണോമസ് യൂണിറ്റ്, ഒരു യൂണിറ്റ് അല്ലാണ്ട് എന്താണ് പല യൂണിറ്റിന്റെ അണ്ടറിൽ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാം. നമുക്ക് ഒരു യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ മാത്രം കാര്യങ്ങൾ മാനേജ് ചെയ്താൽ മതി അല്ലെ. ശ്രദ്ധിച്ചാ പോരെ? ആണോ? അപ്പം അല്ലെങ്കിൽ പല യൂണിറ്റ് ആവുമ്പോഴെന്താണ് നമ്മൾ എല്ലായിടത്തും ഒരേപോലെ ശ്രദ്ധ എത്തേണ്ടി വരും. കറക്റ്റ് രീതിയിൽ എല്ലാ യൂണിറ്റിലെ പ്രവർത്തനങ്ങളും നടത്തണമെങ്കിൽ നമ്മൾ എല്ലായിടത്തും നമ്മൾ ശ്രദ്ധ വരണം അല്ലെ. വരണ്ടേ? അതല്ലെങ്കിൽ എന്ത് വെച്ചാ പിൽഫറേജും കളവും വേസ്റ്റേജും സംഭവിക്കാം. എല്ലാവരും അവരവരുടെ സ്വന്തം ഇഷ്ടത്തിന് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുക, അവര് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അല്ലെ. അപ്പൊ എന്ത് പറ്റാം? വേസ്റ്റേജ് സംഭവിക്കാം. നെക്സ്റ്റ് പോയിന്റ് വേണ്ട കേട്ടോ, അത് കട്ട് ചെയ്ത് കളഞ്ഞേടെ. നോ ജോബ് സ്പെസിഫിക്കേഷൻസ്, എന്താണ് ഓരോരുത്തർക്കും ജോലി സ്പെസിഫൈ ചെയ്ത് അവരുടെ ഡ്യൂട്ടി എന്താണ്, അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാതിരിക്കുക, സ്പെസിഫൈ ചെയ്ത് കൊടുക്കാതിരിക്കുക. അപ്പോഴെന്ത് വെച്ചാൽ ഓരോ സ്ഥലങ്ങളിലെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കില്ല അല്ലെ.
അപ്പോൾ അവിടെ എന്ത് വെച്ചാൽ വേസ്റ്റേജും പിൽഫറേജും നടക്കാം. നെക്സ്റ്റ് ഹോൾഡിംഗ് ഓഫ് ലാർജ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഫോർ ഈച്ച് യൂണിറ്റ്. എല്ലാ യൂണിറ്റിലും ഓരോ യൂണിറ്റിലും ഒരുപാട് എന്താണ് ലാർജ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ്, ഒരുപാട് അളവിലെ സ്റ്റോക്കുകള് സൂക്ഷിക്കുക, കൈവശം വെക്കുക. അവരെന്താണ് കുറെ സ്റ്റോക്ക്. അപ്പൊ നമ്മുടെ അടുത്ത് ഒരുപാട് സ്റ്റോക്ക് എന്നാൽ എന്താണ്, നമ്മൾ അത് ഒരുപാട് അളവിൽ വെറുതെ ആവശ്യമില്ലാണ്ട് ചെലവാക്കും അല്ലെ? ആണോ? നിങ്ങളുടെ കയ്യിൽ ആവശ്യമില്ലാണ്ട് പൈസ ഉണ്ടെങ്കിൽ ആവശ്യമില്ലാണ്ട് ഉപയോഗിക്കില്ലേ? ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ ഉപയോഗിക്കോ? ആവശ്യമുള്ളതിന് ആവശ്യമില്ലാത്തതിന് യൂസ് ചെയ്യില്ലേ? ഇല്ലേ? ആവശ്യമുള്ളതിന് ഉപയോഗിക്കുക, ആവശ്യമില്ലാത്തതിന് യൂസ് ചെയ്യും. അപ്പൊ അതെന്താണ്? വേസ്റ്റേജ് ആണ് അല്ലെ? അതല്ല നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉള്ളെങ്കിൽ നമ്മൾ എന്താണ് നല്ലോണം നോക്കി ശ്രദ്ധിച്ചല്ലേ ഉപയോഗിക്കുള്ളൂ, എണ്ണി തിട്ടപ്പെടുത്തില്ലേ? അല്ലേ? അപ്പൊ ഹോൾഡിംഗ് എന്താണ്? ഹോൾഡിംഗ് ഓഫ് ലാർജ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഫോർ ഈച്ച് യൂണിറ്റ്. എല്ലാ യൂണിറ്റിലും ഒരുപാട് മെറ്റീരിയൽസ് സ്റ്റോക്ക് ചെയ്യുക. നെക്സ്റ്റ് ഫാർ ടു മെനി വിസിറ്റേഴ്സ് റൗണ്ട് ദി ക്ലോക്ക്. എന്താണ്? ഒരു ദിവസം 24 മണിക്കൂറും എന്താണ് ഒരുപാട് വിസിറ്റേഴ്സ് വരാം. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ വിസിറ്റേഴ്സ് വരാം. പേഷ്യൻസ് ആയിക്കോട്ടെ, വിസിറ്റേഴ്സ് ആയിക്കോട്ടെ അല്ലേ? അപ്പൊ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അവിടുത്തെ പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് വെച്ചാ നമുക്ക് ഓരോടത്തും എല്ലായിടത്തും ശ്രദ്ധ എത്തില്ല അല്ലെ? ഒരുപാട് ആളുകൾ വന്നു പോകുമ്പോ ശ്രദ്ധ കിട്ടോ നമുക്ക്? നമ്മൾ ചിലപ്പോ വാർഡില്ല വിസിറ്റേഴ്സിനെ നിയന്ത്രിച്ച് ചെല്ലുമ്പോ റൂമിൽ അവിടെ ഒരുപാട് ആളുകളായിരിക്കും അല്ലെ? അല്ലെങ്കിൽ ICUവിന്റെ അവിടെ ആളുകൾ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ പേഷ്യൻസ് ഡോക്ടേഴ്സിന്റെ അടുത്ത് വരുന്ന ആളുകളായിരിക്കും കൂടുതൽ. അപ്പൊ നമുക്ക് എല്ലായിടത്തെ കാര്യങ്ങളും ഒരേപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലെ? വിസിറ്റേഴ്സും കൂടുമ്പോ അപ്പൊ എന്ത് പറ്റും? പിൽഫറേജും എന്താണ് വേസ്റ്റേജും സംഭവിക്കാം. ഈ ഓരോരുത്തർക്കും യൂസ് ചെയ്യുമ്പോ അല്ലെ വേസ്റ്റേജ് കൂടും അല്ലെ? ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും ഫങ്ഷൻസ് നടക്കുമ്പോ ഒരുപാട് ആളുകൾ വരുമ്പോ വേസ്റ്റേജ് കൂടോ കുറയോ? എന്തെങ്കിലും ഒരു ഫങ്ഷൻ നടക്കാൻ നമുക്ക് കൺട്രോളബിൾ ആണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം അല്ലെ? ഫുഡുകള് അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്തൂടെ? അതല്ല ഒരുപാട് ആളുകൾ വരുമ്പോ എന്താണ് ഫുഡൊക്കെ തികയാണ്ട് വരുന്നുണ്ട് അല്ലെ? ഇല്ല, ഒരു ഫങ്ഷൻസിന് ഇൻക്രീസ് ചെയ്യുമ്പോ നമുക്ക് എന്താണ് വേസ്റ്റേജ്, ഒരുപാട് വേസ്റ്റേജും വരും അല്ലെ? അപ്പൊ എന്താണ് നമുക്ക് 24 മണിക്കൂറും വളരെയധികം സന്ദർശകർ വരിക. അപ്പൊ എന്താ വെച്ചാ പിൽഫറേജും എന്താണ് വേസ്റ്റേജും കൂടുന്നു. ആൻഡ് നോ പ്രോപ്പർ ചെക്ക് ഓൺ സ്റ്റാഫ് വെൻ ദേ ലീവ് ഡ്യൂട്ടി. എന്താണ് ഓരോ സ്റ്റാഫുകളും അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോ പ്രോപ്പർ ആയിട്ട് ശരിയായ രീതിയിൽ അവരെ ചെക്ക് ചെയ്യാതിരിക്കുക. അപ്പൊ അവർക്ക് എന്ത് വേണമെങ്കിലും എന്താണ് എന്തെങ്കിലും സാധനങ്ങൾ പോക്കറ്റിലിട്ടൊക്കെ കൊണ്ടുപോകാനോ കളവ് നടത്താനോ സ്റ്റാഫുകൾക്ക്. ഇപ്പൊ നമ്മ പറഞ്ഞ നാർക്കോട്ടിക് ഡ്രഗ്സുകൾ അല്ലേ? പിൽഫറേജ് നടക്കാം. ആക്ച്വൽ ഷോർട്ടേജ് ഇൻ മാർക്കറ്റ്. എന്താണ് മാർക്കറ്റിൽ എന്തെങ്കിലും സാധനങ്ങൾക്ക് ഷോർട്ടേജ് വരിക, ദൗർലഭ്യത വരിക. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്യും? മാർക്കറ്റിൽ ഒരു സാധനത്തിന് ദൗർലഭ്യം നേരിട്ടാൽ എന്താണ് ആരെങ്കിലും ആ സാധനം കൊടുത്ത് അതിന് റേറ്റ് ഇരട്ടി കിട്ടും അല്ലെ? പൈസ കൂടുതൽ കിട്ടോ? പൈസ കൂടുതൽ കിട്ടോ? ഇതാരൊന്നും പറയാത്തെ. ഇപ്പൊ വിപണിയിൽ നമുക്ക് ഒരു സാധനം കിട്ടാനില്ല, എന്തെങ്കിലും ഡ്രഗ്സ് കിട്ടാനില്ല. അപ്പൊ നമ്മ കൊടുത്താൽ നമുക്ക് പൈസ കൂടുതൽ കിട്ടോ? കിട്ടോ? കിട്ടും അല്ലെ? അപ്പൊ എന്ത് ചെയ്യാം? അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ റേറ്റ് കൂടുതൽ ഇരട്ടി പൈസക്ക് ചിലപ്പോ നമുക്കത് വിൽക്കാൻ പറ്റും അല്ലെ? അപ്പൊ എന്ത് പറ്റാം? സ്റ്റോർ റൂമിന് പിൽഫറേജ് നടക്കാമോ? അവിടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും കളവ് നടത്താം അല്ലെ? ആണോ? നിങ്ങൾ കണക്ട് ചെയ്യേ, ഇതൊന്നും ഇണ്ടാത്തേ. പുവർ മെറ്റീരിയൽ മാനേജ്മെന്റ് ഓഡിറ്റ് സിസ്റ്റം. എന്താണ് നല്ല രീതിയിലുള്ള ഒരു മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഇല്ല. എന്താണ് മെറ്റീരിയല് കൈകാര്യം ചെയ്യാനായിട്ട് നല്ലൊരു മാനേജ്മെന്റ് ഇല്ല, ഓഡിറ്റിംഗ് സിസ്റ്റം ഇല്ല അല്ലെ? ഓഡിറ്റ് പഠിച്ചാലേ നിങ്ങൾ ഓഡിറ്റ് എടുത്തോ? നിങ്ങൾക്ക്
ടാലി ചെയ്യാൻ അല്ലേ, കണക്കുകൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ആ വർഷത്തെ വരവ് ചെലവ് കണക്കുകള് ബാലൻസ് ചെയ്യാനല്ലേ ഓഡിറ്റ് എടുക്കുന്നത്. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു ഓഡിറ്റിംഗ് സിസ്റ്റം ഇല്ല. അപ്പൊ അവിടെ കളവ് നടക്കാം അല്ലെ, ആവശ്യമില്ലാത്ത കണക്കുകൾ എഴുതി ആൾക്കാർക്ക് പൈസ മോഷ്ടിക്കാം അല്ലെ. Too many hospital staff remaining in the same compound. എന്താണ്, ഒരു കോമ്പൗണ്ടില് ഒരുപാട് സ്റ്റാഫുകള്, too many hospital staff remaining in the same compound. ഒരു കോമ്പൗണ്ടിൽ തന്നെ ഒരുപാട് സ്റ്റാഫുകൾ വരിക, ആവശ്യമില്ലാത്ത രീതിയിൽ സ്റ്റാഫുകൾ കൂടി കഴിഞ്ഞാൽ എന്താണ്, അവിടുത്തെ പ്രവർത്തനം നല്ല രീതിയിലാവില്ല അല്ലെ, ആവോ ഇല്ല. അപ്പൊ അവിടെ എന്തെടുക്കാം, ഫിൽഫറേജും ഒരു ഓർഡർ ഇല്ലാത്ത രീതിയിൽ ആവും അല്ലെ പ്രവർത്തനങ്ങൾ. ഓരോ സെക്ഷനിലും എന്താണ് കൺട്രോൾ പോകും. അപ്പൊ ഒരു ഓർഡർ ഇല്ലാത്ത രീതിയിലാവും. അപ്പൊ എന്താ വെച്ചാൽ അപ്പോഴും വേസ്റ്റേജും ഫിൽഫറേജും സംഭവിക്കാം. Next, inadequate workforce to document expenditure and revenue accurately. വരവ് ചെലവ് കണക്കുകൾ രേഖപ്പെടുത്താനായിട്ട് ആവശ്യമായ സ്റ്റാഫുകള്, ജീവനക്കാരില്ലാതിരിക്കുക. അക്കൗണ്ടിങ് സെക്ഷനിൽ വരവ് ചെലവ് കണക്കുകൾ എവിടെയാണ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, അക്കൗണ്ടിങ് സെക്ഷനിലല്ലേ സൂക്ഷിക്കുന്നത്. അവിടെ ആവശ്യമായ ജീവനക്കാരില്ലാതിരിക്കുക. ക്ലിയർ ആയോ? നെക്സ്റ്റ്, പിൽഫറേജ് എന്ന് പറഞ്ഞാൽ മോഷണം നടക്കാൻ സാധ്യതയുള്ളത് എപ്പോഴൊക്കെയാണ്, കാരണങ്ങൾ എന്താണെന്നാണ്. അപ്പൊ മിസ് എടുത്തത് മോഷണം നടക്കാനും വേസ്റ്റേജ് നടക്കാനുമുള്ള കാരണങ്ങൾ. നെക്സ്റ്റ് ഐറ്റംസ് ആണ് കേട്ടാ, എംഎസ് എന്ന് കൊടുത്തിട്ടുള്ളൂ. ഐറ്റംസ് ഇൻവോൾവഡ് ഇൻ പിൽഫറേജ് നടക്കാനുള്ള ഐറ്റംസ് ഏതൊക്കെയാണ്, സാധനങ്ങൾ ഏതൊക്കെയാണ്, ഡ്രഗ്സുകൾ അല്ലെ, മരുന്നുകൾ മോഷണം പോവാം. ഫുഡ് മെറ്റീരിയൽസ്, ഫുഡ് നിർമ്മിക്കുന്ന റോ മെറ്റീരിയൽസ് ആവാം, അല്ലെങ്കിൽ നിർമ്മിച്ചതാവാം അല്ലെ. ഇപ്പൊ ഡയറ്ററി സർവീസ് അല്ലെങ്കിൽ ക്യാൻറ്റീന്ന് ഫുഡുകൾ എവിടെ കൊണ്ട് കൊടുക്കും, വാർഡുകളിൽ അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ കൊണ്ട് കൊടുക്കില്ലേ പാകം ചെയ്ത ഫുഡുകള്. അപ്പൊ ഫുഡ് മെറ്റീരിയൽസ് മോഷണം പോകാം. ലിനൻസ് അല്ലെ, ബെഡ്ഷീറ്റുകള്, പില്ലോ കവേഴ്സ്, പുതപ്പുകളൊക്കെ മോഷണം പോകാം. മെറ്റീരിയൽ സച്ച് ആസ് അട്ടൻസിൽസ് എന്ന് പറഞ്ഞാൽ പാത്രങ്ങൾ, ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതോ അല്ലാത്തതോ ആയ പാത്രങ്ങൾ മോഷണം പോകാം. ഇൻസ്ട്രുമെന്റ്സ്, ഉപകരണങ്ങള് മോഷണം പോകാം. മിസ് എടുത്ത് ഇത്രയും ഭാഗം ക്ലിയർ ആയോ? എല്ലാവരും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിട്ടാ. ഓക്കെ, ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടാ. ഓക്കെ, താങ്ക് യു.